Hi, Namaste, welcome back to my channel Vinchedam. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ മോർണിംഗ് മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 21 ഫെബ്രുവരിയിൽ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ തന്നെ നല്ല ഹ്യൂജ് ഡൗൺഫോൾ ബാങ്ക് നിഫ്റ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുട്ട് നല്ല രീതിക്ക് മുകളിലേക്ക് പോയി 49,300 പുട്ട് ഓപ്ഷൻ മോർണിംഗിൽ തന്നെ നമുക്ക് 403 നമുക്ക് എടുത്താണ്. അവിടുന്ന് അപ്രോക്സിമേറ്റ്ലി 686 വരെയൊക്കെ നല്ലൊരു ഹ്യൂജ് അപ് ട്രെൻഡ് നമുക്ക് പുട്ട് ഓപ്ഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിനകത്ത് മോർണിംഗിൽ തന്നെ ട്രേഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ആ ലെവലിൽ വെച്ച് എടുക്കാമായിരുന്നു. അവിടെ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് അപ് ട്രെൻഡ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കൺഫർമേഷൻ ലെവൽസ് തരുന്നില്ല. അതിനർത്ഥം അവിടെ ഒരു സ്ട്രോങ് ആയിട്ട് ബൈറ്റ് ആയിട്ടില്ല. പക്ഷേ സ്കാൽപ്പിങ്ങിൽ ചെറിയ ട്രേഡാണ് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്കാൽപ്പിങ്ങിൽ പെർഫോമൻസ് 2 ട്രേഡായിട്ട് നമുക്ക് ആ ബൈറ്റ് ട്രേഡ് എടുക്കാമായിരുന്നു. രണ്ടും നല്ല ഒരു ചെറിയ രീതിയിൽ നല്ല പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഒരു 50 പോയിന്റ്സിന് മേളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു 2 ട്രേഡായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു അത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിനകത്ത് നമ്മുടെ സോഫ്റ്റിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള അപ് ഡൗൺസിൽ തിരിച്ചറിയാം. ഇതിനകത്തൊരു അപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു അപ് ട്രേഡ് അല്ല, നമുക്ക് റിവേഴ്സ് പോകാൻ, അതായത് വലിയൊരു ഹ്യൂജ് നമുക്ക് ഇന്ന് മോർണിംഗിൽ വന്ന ആ ട്രേഡ് പോലെ അത്ര നല്ലൊരു ട്രേഡ് അല്ല എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയല്ല നമ്മുടെ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ ഇപ്പോൾ വന്ന ബൈസിക്കിൾ കൺഫേംഡ് അല്ല. കാരണം ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് കയറുന്നുണ്ടെങ്കിലും ബൈസിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കിട്ടുന്നില്ല. അതിനർത്ഥം ഒരു ഹ്യൂജ് അപ് ട്രെൻഡ് പോകാൻ സാധ്യതയില്ല. അഥവാ നമുക്ക് അപ് ട്രെൻഡ് കൺഫേം ആയാലും അത് ആ പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യാതെ അവിടെ ട്രേഡ് എടുക്കുകയും വേണം. അല്ലെങ്കിൽ നമുക്കതൊരു സ്കാൽപ്പിങ്ങിൽ കട്ട് ചെയ്യാനുള്ള പോർഷനെ കിട്ടിയിട്ടുള്ളൂ. ചെറിയ ട്രേഡുകൾ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ സോഫ്റ്റ് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള അപ് ഡൗൺസ് തിരിച്ചറിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവായിട്ട് കാണിച്ചു തരും. ഇപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് കാണിച്ചു തരാം. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ ക്ലോസിങ്ങിൽ വന്നാൽ നമുക്ക് സെൽസിങ്ങിൽ കണ്ടിന്യൂ ആയി പോവുകയാണ്. മാർക്കറ്റ് കുറച്ച് ഇറങ്ങിയിട്ട് ഓപ്പൺ ആയിരിക്കുന്നത്. സപ്പോർട്ട് നമുക്ക് കട്ട് ചെയ്ത് മോർണിംഗിൽ തന്നെ ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നലെ വന്ന സെല്ലായതുകൊണ്ട് ഇന്ന് നമുക്ക് എടുക്കുന്ന സമയത്ത് സപ്പോർട്ട് ലെവൽ കട്ട് ചെയ്യുന്ന ലെവൽ ഒടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് കൺഫേമായി ബ്രേക്കൗട്ട് പോയത്. അവിടെ നിന്ന് അപ്രോക്സിമേറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് ഇവിടം വരെ ഡൗൺ ഇറങ്ങി തിരിച്ച് മാർക്കറ്റ് കയറി. ഇവിടെ ഒരു കയറ്റം നടന്നിട്ടുണ്ടെന്നുള്ളത് കാണിക്കുന്നതാണ്. ഈ ലൈൻ മാത്രം ഗ്രീൻ ആയത്. പക്ഷേ ഇവിടെ റെഡ് ആയ സ്ഥിതിക്ക് നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡ് ഇല്ല. അപ്പോൾ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിങ്ങിൽ എടുക്കാൻ പറ്റും. സ്ട്രോങ് ആയിട്ടൊരു ബൈറ്റ് അവിടെ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് ഇവിടെ ചെറുതായിട്ട് ഇറങ്ങാൻ നോക്കിയിട്ട് പിന്നെയും കയറിയിട്ടുണ്ട്. പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു അപ് ട്രെൻഡ് അവിടെയും തന്നിട്ടില്ല. ഇപ്പോൾ ബൈ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം കൺഫർമേഷൻ ലെവൽ ചെക്ക് ചെയ്യാൻ നമുക്ക് 3 ലെവൽ നമുക്ക് നോക്കണം. ഒന്ന് ക്യാൻഡിൽ കളർ, ഒന്ന് താഴത്തെ കൺഫർമേഷൻ ബാർ, ഒന്ന് ബൈ സോൺ അല്ല സെൽ സോൺ. ഇപ്പോൾ ഇവിടെ ബൈ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലൂ ഹോളോ ക്യാൻഡിൽസ് ഒക്കെയാണ് തരുന്നത്. ഇവിടെ ഒരു ക്യാൻഡിൽ മാത്രം ഗ്രീൻ ആയിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അടുത്ത ക്യാൻഡിൽ ഗ്രീൻ ആകണം. അത് മാത്രമല്ല കുറച്ച് കയറിയിട്ട് കൺഫേം ആയതുകൊണ്ട് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ പോർഷൻ ബൈ എടുത്തേച്ചാൽ മതി. ഇല്ലെങ്കിൽ ആ ട്രേഡ് എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഇപ്പം മോർണിംഗിലെ ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ഇവിടുന്ന് ബ്രേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 49,223 നമുക്ക് ബ്രേക്ക് ചെയ്താൽ 14,200 പുട്ട് ഓപ്ഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ നമുക്ക് രാവിലെ നമുക്ക് ബൈ തന്നിട്ടുണ്ട്. അവിടുന്ന് കൺഫേം ആയ റെസിസ്റ്റൻസ് അടിച്ച് ഇവിടുന്ന് കയറിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 403 686 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആണ്. ഒറ്റ കയറ്റമായിരുന്നു. അവിടുന്ന് ധൈര്യമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന പോർഷനാണ്. കാരണം ഒരു റിവേഴ്സിൽ പോലും തന്നിട്ടില്ല. റിവേഴ്സിൽ പിന്നെ ഈ 686 ഇറങ്ങിയിട്ടാണ് പിന്നെ കുറച്ച് ഇറങ്ങാൻ നോക്കിയത്. അവിടുന്ന് പക്ഷേ സെല്ലായിട്ട് നമുക്ക് തന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ അപ് ട്രെൻഡ് കയറിയിട്ടില്ല. അതായത് കോൾ ഓപ്ഷൻ എടുക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് അവിടെ കൺഫേം ആയതിനു ശേഷം മാത്രം എടുത്തേച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ലേറ്റസ്റ്റ് വെച്ചിട്ട് പ്രത്യേകത നമ്മുടെ സൈഡ് വേസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. സ്ട്രോങ് അപ് ട്രേഡ് ആണ്, നമുക്ക് ഷോർട്ടിൽ കട്ട് ചെയ്യുന്ന പോർഷൻ ആണെന്ന് മനസ്സിലാക്കാം. സ്ട്രോങ് ഉള്ള ട്രേഡുകളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഒരുപാട് ലോസ് ലിമിറ്റ് ചെയ്ത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ എളുപ്പം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.